യൂറോളജി വിഭാഗത്തിലെ ലാപ്രോസ്കോപ്പിക് സർജറികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് അതിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സർജനാണ്. കേരളത്തിൽ ആദ്യമായി ലാപ്രോസ്കോപ്പി യൂറോളജി സ്ഥാപിച്ചത്, ലാപ്രോസ്കോപ്പി വഴി വൃക്ക റിമൂവ് ചെയ്തത്, വൃഷ്ണങ്ങളിൽ സർജറി നടത്തിയത്, നവജാത ശിശുക്കളിൽ പൈലോപ്ലാസ്റ്റി എന്ന സർജറി നടത്തിയത് എന്നിങ്ങനെ കേരളത്തിൽ യൂറോളജി ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കൂടി ചേർത്ത് വായിക്കണം. ഡോക്ടർ ആർ വിജയൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഹെഡ് ഓഫ് യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ്, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ, എറണാകുളം നോർത്ത്. വെൽക്കം സർ. താങ്ക് യു. സർ, സർജറി റിലേറ്റഡ് കാര്യങ്ങളിൽ എപ്പോഴും കോമൺ ആയിട്ട് കേൾക്കുന്ന വാക്കാണ് ലാപ്രോസ്കോപ്പി അഥവാ കീഹോൾ. ആക്ച്വലി എന്താണ് ലാപ്രോസ്കോപ്പി സർജറി? ഈ ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ മുറിവുകളുണ്ടാക്കി, ഉദാഹരണത്തിന് കിഡ്നി റിമൂവലിന് ഏകദേശം 25-30 സെൻറ്റിമീറ്റർ മുറിവുണ്ടാക്കിയാലേ കിഡ്നി സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേസമയം കീഹോൾ സർജറി, ലാപ്രോസ്കോപ്പി സർജറി, നമുക്കൊരു 4 കീഹോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ 25 സെൻറ്റിമീറ്റർ മുറിവിൻ്റെ അതേ അഡ്വാൻറ്റേജസ് ലാപ്രോസ്കോപ്പിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കീഹോളിൽ കൂടെ ഓപ്പറേഷൻ ചെയ്യുന്ന സർജറിയാണ് ലാപ്രോസ്കോപ്പിക് സർജറി. അപ്പോൾ ഒരു കീഹോളിൽ കൂടെ നമ്മൾ ടെലസ്കോപ്പും ലൈറ്റും കടത്തുമ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റും. ബാക്കി കീഹോൾസ് കൂടെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യും. അപ്പോൾ ഓപ്പൺ സർജറിയിൽ കിട്ടുന്ന അതേ അഡ്വാൻറ്റേജസ് ലാപ്രോസ്കോപ്പി കിട്ടും. ഒരുപക്ഷെ ഓപ്പൺ സർജറിയേക്കാളും കുറേ അഡ്വാൻറ്റേജസ് ലാപ്രോസ്കോപ്പിയിൽ കിട്ടും. സാർ, അഡ്വാൻറ്റേജസ് കൂടുതൽ ഈ ലാപ്രോസ്കോപ്പിക് സർജറീസിന് തന്നെയാണോ സാധാരണ ഓപ്പൺ സർജറി വെച്ച് നോക്കുമ്പോൾ? ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ യൂറോളജി സർജറീസും ലാപ്രോസ്കോപ്പിക് സർജറിയിലോട്ട് മാറി. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ടാണ്. ലാപ്രോസ്കോപ്പിക് സർജറി കീഹോൾ സർജറി ആയതുകൊണ്ട് മുറിവുകൾ വളരെ ചെറുതാണ്. 1/2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ മുറിവുകളിൽ കൂടെയാണ് നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുക. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ വേദന, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള വേദന വളരെ കുറവാണ്. അത് സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ ഓപ്പൺ സർജറിയേക്കാളും 30 ടൈംസ് ലെസ്സാണ് ലാപ്രോസ്കോപ്പി സർജറിയുടെ വേദന. ഇനി ലാപ്രോസ്കോപ്പി സർജറിയുടെ മുറിവുകൾ വളരെ ചെറുതായതുകൊണ്ട് അതിൻ്റെ ഹീലിംഗ് ടൈമും ഫാസ്റ്റാണ്. ഇനി അതിൽ നിന്നുള്ള കോംപ്ലിക്കേഷൻസ്, ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസും വളരെ കുറവാണ്. ഇനി ഉള്ളിലെ ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ ലാപ്രോസ്കോപ്പി സർജറി നമ്മൾ ടെലസ്കോപ്പും വലിയ TV സ്ക്രീനിലോട്ട് അത് പ്രൊജക്റ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് കണ്ണുകൊണ്ട് നോക്കുന്നതിനേക്കാളും ഏകദേശം 15 തവണ 15 ടൈംസ് to 20 ടൈംസ് മാഗ്നിഫിക്കേഷനിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉള്ളിലുണ്ടാകുന്ന മുറിവുകളും അത്രയും ചെറുതാണ്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഉള്ളിൽ ഇപ്പം കിഡ്നി സർജറി കഴിഞ്ഞാൽ കുടൽ സ്തംഭിക്കും. ഓപ്പൺ സർജറി കഴിഞ്ഞാൽ 1-2 ദിവസം കുടൽ സ്തംഭിക്കും. ലാപ്രോസ്കോപ്പി ആണെങ്കിൽ നേരെ പകുതി സമയം മതി, കുടൽ പെട്ടെന്ന് അതിൻ്റെ ഫങ്ഷനിലോട്ട് തിരിച്ചു വരും. അപ്പോൾ ഉള്ളിലുള്ള മുറിവും അതിൻ്റെ റിക്കവറിയും മച്ച് ഫാസ്റ്ററാണ്. വേദന വളരെ കുറവാണ്, കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പേഷ്യൻറ്റിന്. ഇനി സർജറിയിൽ ഉദാഹരണത്തിന് പ്രോസ്റ്റേറ്റ് സർജറി കഴിഞ്ഞിട്ട് നമ്മൾ പ്രോസ്റ്റേറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാഡറും മൂത്രനാളിയും തമ്മിൽ തുന്നണം. അത് അങ്ങ് പെൽവിസിൻ്റെ വളരെ ഉള്ളിലായതുകൊണ്ട് ഓപ്പൺ സർജറിയിൽ നമുക്കിത് കാണാൻ പറ്റില്ല. ലാപ്രോസ്കോപ്പി ആണെങ്കിൽ നമ്മൾ ഒരു ടെലസ്കോപ്പ് അവിടെ ചെന്നാൽ മതിയല്ലോ. അപ്പോൾ ആ ടെലസ്കോപ്പ് നമുക്ക് വളരെ മാഗ്നിഫിക്കേഷനിൽ ഈ ജോയിൻറ്റ് കാണുകയും കണ്ട് തന്നെ അത് തുന്നി പിടിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ലാപ്രോസ്കോപ്പിയിൽ കിട്ടുന്ന ക്വാളിറ്റിയും വളരെ വളരെ ബെറ്ററാണ്. ഇനി വേറൊരു ഉദാഹരണത്തിന് കുട്ടികളിൽ ജന്മനാലെ തടസ്സമുള്ളപ്പോൾ നമ്മൾ കിഡ്നി റിപ്പയർ ചെയ്യും. അത് ലാപ്രോസ്കോപ്പിക്ക് ആയിട്ട് ചെയ്യുമ്പോൾ ആ റിപ്പയർ വളരെ ഹൈ മാഗ്നിഫിക്കേഷനിൽ കാണുന്നതുകൊണ്ട് നമുക്ക് വളരെ വളരെ ആക്യുറേറ്റാണ്. സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കീഹോൾ സർജറി ആണോ സാധാരണ ഓപ്പൺ സർജറി ആണോ കൂടുതൽ സേഫ്? ഈ ലാപ്രോസ്കോപ്പി സർജറി വന്ന സമയത്ത് ഈ സേഫ്റ്റിയുടെ ഫാക്ടർ വളരെ വളരെ ആങ്ഷ്യസ് ആയിരുന്നു പേഷ്യൻ്റ്. പക്ഷേ ഇപ്പോൾ ലാപ്രോസ്കോപ്പി വളരെ സേഫാണ്. അത് ഓൾമോസ്റ്റ് ഓൾ സർജറീസ് സേഫായിട്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ ഇൻഷുറൻസ് കമ്പനീസും പല ലാപ്രോസ്കോപ്പി സർജറീസും ലാപ്രോസ്കോപ്പി അല്ലാതെ ഓപ്പൺ സർജറി ചെയ്താൽ അവർ ക്വസ്റ്റ്യൻ ചെയ്യും. കാരണം ഓപ്പൺ സർജറിക്കാണ് കോംപ്ലിക്കേഷൻ കൂടുതൽ ചില സർജറീസ്. എന്നാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില സർജറീസിനകത്ത് നമ്മൾ ഓപ്പൺ സർജറിയിലോട്ട് മാറും. ഏത് ലാപ്രോസ്കോപ്പി സർജറി ആണെങ്കിലും അതിനകത്ത് സേഫ്റ്റിയുണ്ട്, ഓപ്പൺ സർജറിയും അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം ആവശ്യമുണ്ടെങ്കിൽ. കുട്ടികളിൽ ലാപ്രോസ്കോപ്പിക് സർജറി എത്രത്തോളം സാധ്യമാണ്? ലാപ്രോസ്കോപ്പി സർജറി കുട്ടികളിൽ വളരെ സേഫാണ്. എൻ്റെ യങ്ങസ്റ്റ് പേഷ്യൻ്റ് എന്ന് പറയുന്ന 6 ആഴ്ച പ്രായമുള്ള പേഷ്യൻ്റാണ്. കിഡ്നിയുടെ ബ്ലോക്ക് വന്നിട്ട് റിപ്പയർ ചെയ്ത്. അതുകൊണ്ട് കുട്ടികൾക്ക് ഇതിപ്പോൾ വളരെ സേഫാണ്, ഒരു കുഴപ്പമില്ല.
അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ സർജറീസും അതിൻ്റേതായ പ്രിക്കോഷൻസ് എടുക്കണം. ഓക്കെ. അപ്പോൾ ലാപ്രോസ്കോപ്പിക്ക് അതിൻ്റേതായ പ്രിക്കോഷൻസ് എടുക്കുകയും ഓപ്പൺ സർജറി ആവശ്യമുണ്ടെങ്കിൽ ഓപ്പൺ സർജറിയിലോട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി വളരെ അഡ്വാൻറ്റേജസും സേഫാണ്. അതേപോലെ ടൈം എങ്ങനെയാണ്? ഓപ്പൺ സർജറിക്കാണ് കൂടുതൽ ടൈം വേണ്ടത്, ലാപ്രോസ്കോപ്പി സർജറിക്കാണോ ടൈം? മിക്ക സർജറീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലാപ്രോസ്കോപ്പിക് സർജറിക്കാണ് കൂടുതൽ സമയം എടുക്കുക. എന്നാൽ ചില സർജറീസിനകത്ത് ലാപ്രോസ്കോപ്പിയാണ് ഷോർട്ടർ ടൈം, കാരണം നമ്മൾ മുറിവ് ഇടുന്നത് പാർട്ട് ഷോർട്ടർ ആയതുകൊണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വന്ധ്യതയ്ക്കുള്ള വെരിക്കോസീൽ സർജറി ലാപ്രോസ്കോപ്പിയാണ് ക്വിക്കർ. അതുപോലെ ടെസ്റ്റിസ് താഴോട്ട് വരാത്ത, വൃഷണം താഴോട്ട് വരാത്ത കേസിൽ ലാപ്രോസ്കോപ്പിയാണ് ക്വിക്കർ. പക്ഷേ ഇപ്പോൾ കിഡ്നി സർജറി എടുത്ത് നോക്കുകയാണ്, വലിയ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി എടുത്ത് നോക്കുമ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറി ആണ് കൂടുതൽ സമയം എടുക്കുക. അങ്ങനെ സമയം എടുത്താൽ തന്നെ ഇപ്പോഴത്തെ അനസ്തീഷ്യ വളരെ സേഫാണ്. അപ്പോൾ ലാപ്രോസ്കോപ്പി സമയം കൂടുതൽ ഓപ്പറേഷൻ സമയം എടുത്താലും ഉള്ളിലുള്ള മുറിവ് ചെറുതായതുകൊണ്ട് പേഷ്യൻ്റ് റിക്കവറി ഫാസ്റ്ററാണ്. അതുകൊണ്ട് പേഷ്യൻ്റ് വീട്ടിൽ പോകുന്നത് ഓപ്പൺ സർജറിയേക്കാളും പകുതി സമയത്തിൽ വീട്ടിൽ പോകാം. ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ റെസ്റ്റ് പീരീഡ് ഇല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കിഡ്നി ഡൊണേഷൻ്റെ സർജറി ലാപ്രോസ്കോപ്പിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4-ാം ദിവസം പേഷ്യൻ്റ് വീട്ടിൽ പോവുകയും ഒരാഴ്ച റെസ്റ്റ് എടുത്താൽ മതി. അതേസമയം അത് ഓപ്പൺ സർജറി ചെയ്തിരുന്നെങ്കിൽ പേഷ്യൻ്റ് 4 ആഴ്ച റെസ്റ്റ് എടുക്കണം. ഏകദേശം 1.5 ആഴ്ച, ഒരു 7 to 10 days ഹോസ്പിറ്റലൈസ്ഡ് ആവണം. അപ്പോൾ ലാപ്രോസ്കോപ്പിക്ക് ഓപ്പറേഷൻ ടൈം കുറച്ച് കൂടുതലാണെങ്കിലും നമ്മൾ റിക്കവറി ടൈം മച്ച് ഫാസ്റ്ററാണ്. കേരളത്തിൽ ആദ്യമായി ലാപ്രോസ്കോപ്പി യൂറോളജി വിഭാഗം തുടങ്ങിയ സാറാണല്ലോ. അന്ന് നേരിടേണ്ടി വന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ആ സമയത്ത് ലാപ്രോസ്കോപ്പിക് യൂറോളജിസ്റ്റ് കേരളത്തിൽ അവയർനെസ് തന്നെ കേരളത്തിലില്ലായിരുന്നു. അടുത്ത ലാപ്രോസ്കോപ്പിക് യൂറോളജിസ്റ്റ് എന്ന് പറയുന്നത് കോയമ്പത്തൂരിൽ ഒരാളെ ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ നമുക്കറിയാമല്ലോ, പേഷ്യൻസ് എല്ലാം മറ്റ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുമല്ലോ. അപ്പോൾ ആ ഡോക്ടേഴ്സ് തന്നെ അവെയർ അല്ലായിരുന്നു ലാപ്രോസ്കോപ്പി സർജറി അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു പേഷ്യൻസിനെ കൺവിൻസ് ചെയ്യാനും അവരുടെ പരിചയമുള്ള അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ ലാപ്രോസ്കോപ്പി കൂടെ ഉള്ള ലാപ്രോസ്കോപ്പിയുടെ സർജറിയുടെ ഗുണങ്ങൾ പറയുകയും അത് സേഫാണെന്ന് പറയും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് കോൺഫറൻസസിൽ പ്രസൻറ്റ് ചെയ്യുമ്പം പല സർജൻസും ഇത് വളരെ എതിർത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാലക്രമേണ അവർ അതിൻ്റെ ഗുണങ്ങൾ വരികയും അതിൻ്റെ പബ്ലിക്കേഷൻസ് വരികയും വന്നിട്ട് ഇപ്പോൾ ലാപ്രോസ്കോപ്പി വളരെ വൈഡ്ലി അക്സെപ്റ്റഡ് ആണ്. അന്ന് അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റ് അത് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞിട്ടാണ് എനിക്ക് എക്യുപ്മെൻ്റൊക്കെ ആദ്യം വാങ്ങിച്ചു തരുന്നത്. ആദ്യം ഞാൻ ചെയ്തിരുന്നത് ഗൈനക്കോളജി ലാപ്രോസ്കോപ്പി ബേസിക് എക്യുപ്മെൻറ്റ്, ട്യൂബൽ ലൈഗേഷൻ എന്ന് പറയുന്ന ബേസിക് എക്യുപ്മെൻ്റ് ഉണ്ട്, അത് വെച്ചായിരുന്നു ഞാൻ മേജർ സർജറീസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് വളരെ വളരെ സന്തോഷം തോന്നുന്നു. അതേപോലെ തന്നെ ഈ റിലേറ്റീവ്സിനെയും ഈ രോഗിയെയും അന്ന് ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു സാർ. വളരെ ബുദ്ധിമുട്ടിയിരുന്നു. കാരണം ലിറ്ററേച്ചറിൽ അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് എക്സാമ്പിൾസ് കുറവായിരുന്നു. ഇൻഫാക്റ്റ് ഞാൻ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി, പേഷ്യൻ്റ് എഡ്യൂക്കേഷനും യൂറോളജി ഡോക്ടർ എഡ്യൂക്കേഷനും വേണ്ടിയുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കുകയും അത് ഞാനൊരു 5-6 കൊല്ലം എൻ്റെ വെബ്സൈറ്റിൽ കൂടെ എഡ്യൂക്കേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ എല്ലായിടത്തും ഇഷ്ടംപോലെ ലിറ്ററേച്ചറുണ്ട്. ഇപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനിഷ്യലി ഡിഫിക്കൽട്ടായിരുന്നു. സാർ ഇതിൻ്റെ എക്യുപ്മെൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അപ്പോൾ അന്നത് വളരെ കോസ്റ്റ്ലി ആയിരുന്നു. എങ്ങനെയാണ് അപ്പോൾ സർജറി ചെയ്യാനായിട്ട് കോസ്റ്റ് കൂടുതലായിരുന്നു? അതെ, അന്ന് എക്യുപ്മെൻറ്റ് ജർമ്മൻ സ്റ്റോസ് കമ്പനിയുടെ ഒരു കമ്പനി മാത്രമേ നമുക്ക് അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എക്യുപ്മെൻറ്റ് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഓപ്പറേറ്റിംഗ് ടൈം കൂടുതലും എക്യുപ്മെൻറ്റ് എക്സ്പെൻസീവാണ്. അപ്പോൾ ഓപ്പറേഷൻ ഇറ്റ്സെൽഫ് വാസ് കൂടുതൽ എക്സ്പെൻസ് ആയിരുന്നു. പക്ഷേ ഡിസ്ചാർജ് ടൈം വളരെ ഷോർട്ടായിരുന്നു, കോംപ്ലിക്കേഷൻ റേറ്റ് വളരെ ഷോർട്ടായിരുന്നു. അപ്പോൾ പേഷ്യൻ്റ് വീട്ടിൽ പോകുമ്പോൾ ഡിസ്ചാർജ് ആയി പോകുമ്പോഴത്തേക്ക് അവരുടെ ബില്ലിന് വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് അന്ന് തൊട്ട് തന്നെ ലാപ്രോസ്കോപ്പി വളരെ എക്സ്പെൻസീവ് സർജറി അല്ല. യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ന് എന്തൊക്കെ സർജറിയാണ് ലാപ്രോസ്കോപ്പി റെക്കമെൻഡ് ചെയ്യുന്നത്? ലാപ്രോസ്കോപ്പിക് സർജറി വെച്ച് ഇപ്പോൾ യൂറോളജിയിലുള്ള എല്ലാ ഓപ്പൺ സർജറീസും ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ കിഡ്നിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കിഡ്നിയിലെ ട്യൂമേഴ്സ് എടുക്കാൻ പറ്റും. കിഡ്നി ഫുള്ളായിട്ട് കിഡ്നി ക്യാൻസറിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ പാർഷ്യലായിട്ട് ആ ട്യൂമർ മാത്രം ലാപ്രോസ്കോപ്പിക്കായിട്ട് എടുക്കാം. കിഡ്നിയിൽ ജന്മനാലെയുള്ള തടസ്സങ്ങൾ നമുക്ക് ലാപ്രോസ്കോപ്പിക്കായിട്ട് റിപ്പയർ ചെയ്യാം.
കിഡ്നിയിലുള്ള സിസ്റ്റുകൾ നമുക്ക് ലാപ്രോസ്കോപ്പിക്കായിട്ട് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് വളരെ ചെറിയ മുറിവുകളിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യാം. ഇനി കിഡ്നിയിൽ നിന്ന് താഴോട്ട് കിഡ്നി ടു ബ്ലാഡർ ട്യൂബ് യൂറിറ്ററിലുള്ള സ്റ്റോൺസ് നമുക്കെടുക്കാം. കിഡ്നിയുടെ അകത്തുള്ള സ്റ്റോൺസ് എടുക്കാം. യൂറിറ്റിന് ചിലപ്പോൾ ജന്മനാലുള്ള തടസ്സമുണ്ട് ബ്ലാഡറിലോട്ട് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ യൂറിറ്റിന് നമ്മൾ റീഇംപ്ലാന്റേഷൻ ഉണ്ട്. ആ യൂറിറ്റിൽ തടസ്സമുള്ള സെഗ്മെൻറ്റ് മാറ്റി അതിനെ തമ്മിൽ തുന്നുക, ബ്ലാഡറിലോട്ട് റീകണക്ട് ചെയ്യുക. ഇതെല്ലാം ലാപ്രോസ്കോപ്പിക്കായിട്ട് ചെയ്യാൻ പറ്റും. ബ്ലാഡറിലുള്ള കൊമളകൾ ഓപ്പറേറ്റ് ചെയ്യാം. പ്രോസ്റ്റേറ്റ് ക്യാൻസർ സർജറി ചെയ്യാം. മൂത്രനാളിയിൽ താഴോട്ടുള്ളത് വേറെ എൻഡോസ്കോപ്സ് ഉണ്ട്, അതിന് ലാപ്രോസ്കോപ്പി ഇല്ല. അപ്പോൾ ഓപ്പണായിട്ട് ചെയ്തിരുന്ന എന്തൊക്കെ സർജറീസ് ഉണ്ടോ അതിൽ 99% നമുക്ക് ലാപ്രോസ്കോപ്പിക്കായിട്ട് ചെയ്യാം. ചില കോംപ്ലിക്കേറ്റഡ് സർജറീസ് ഉണ്ട്, അത് ലാപ്രോസ്കോപ്പിക്കായിട്ട് ചെയ്യാൻ പറ്റില്ലെന്നല്ല, ബുദ്ധിമുട്ടുണ്ട്. പോസ്ട്രേറ്റ് ക്യാൻസർ സർജറിക്ക് ലാപ്രോസ്കോപ്പി അപ്പിക്കബിൾ ആണെന്ന് സാറ് പറഞ്ഞു. അതെങ്ങനെയാണ്? ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏർലി ഡിറ്റക്ഷൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ ക്യൂറിന് വേണ്ടി തന്നെയാണ് പോകുന്നത്. പ്രോസ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഒരു സൈഡിൽ ബ്ലാഡറും മറ്റേ സൈഡിൽ മൂത്രനാളിയുണ്ട്, ഇത് തമ്മിൽ കൂട്ടി ചേർക്കുകയും വേണം. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് സർജറി. അത് ഓപ്പൺ സർജറി ആകുമ്പോൾ വളരെ ഡീപ്പ് പെൽവിസിലുള്ള ഓർഗൻ ആയതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതിനകത്ത് ഒരുപാട് ബ്ലഡ് ലോസും ഒക്കെ വരും. അവിടെ ഒരുപാട് ബ്ലഡ് വെസൽസ് ഉള്ള ഒരു സ്ഥലമാണ്. അതേസമയം ലാപ്രോസ്കോപ്പിക്കായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ടെലസ്കോപ്പ് അവിടെ ചെന്നാൽ മതി. മാത്രമല്ല നമുക്കൊരു 15-20 തവണ മാഗ്നിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സർജറി ലാപ്രോസ്കോപ്പിക്കായിട്ട് ചെയ്യുമ്പോൾ ബ്ലഡ് ലോസ് ഇല്ല, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമില്ല. എല്ലാം കൂടെ ഒരു 50 ml 100 ml ബ്ലഡ് ലോസ് വരുന്നുള്ളൂ സ്റ്റാൻഡേർഡായിട്ട്. പിന്നെ നമുക്ക് ഈ ബ്ലാഡറും മൂത്രനാളിയും തമ്മിൽ തുന്നുന്നത് അണ്ടർ വിഷൻ ആയതുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ റിക്കവറി വളരെ ഫാസ്റ്റാണ്. ഈ സർജറി കഴിയുമ്പോഴത്തേക്ക് പേഷ്യൻറ്റിൻ്റെ യൂറിൻ കൺട്രോളിൻ്റെ മസിൽ നമ്മൾ കുറച്ച് പ്രോസ്റ്റേറ്റിലൂടെ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് ഈ പർട്ടിക്കുലർ സ്റ്റെപ്പ്, ഈ മൂത്രനാളിയും ബ്ലാഡറും തമ്മിൽ തുന്നുന്ന സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പേഷ്യൻ്റെ യൂറിൻ കൺട്രോളിന് വേണ്ടി. അത് ലാപ്രോസ്കോപ്പിക്ക് ബെറ്ററാണ്. കാരണം കുറച്ചുകൂടെ ഡയറക്റ്റ് വിഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓപ്പൺ സർജറി ആണെങ്കിൽ ഡയറക്റ്റ് വിഷനിൽ അല്ല ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ മുറിവ് ആ ഭാഗത്തിടുന്നത് കുറവായതുകൊണ്ട് പേഷ്യൻ്റ് റിക്കവറിയും വളരെ ഫാസ്റ്റാണ്. ഇൻഫാക്ട് 4-ാം ദിവസമൊക്കെ പേഷ്യൻറ്റ് പോകാം. വൃക്ക ദാനം ചെയ്യുന്നത് മഹത്തായ ഒരു കാര്യമാണ്. വൃക്ക ഡൊണേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ലാപ്രോസ്കോപ്പി വഴി എന്ത് പ്രയോജനമാണ് കിട്ടുന്നത്? അതെ, വൃക്കദാനം ചെയ്യുന്ന വളരെ മഹത്തായ ഒരു കാര്യമാണ്. കാരണം ഈ ഡൊണേറ്റ് ചെയ്യുന്ന ആൾ ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരാളാണ്, ഒരു രോഗിയല്ല. അപ്പോൾ അങ്ങനെ ഒരാൾ വൃക്കം ദാനം ചെയ്യുമ്പോൾ ആ ആൾക്ക് ഡിസഡ്വാൻറ്റേജസ് നമ്മൾ എത്രയും കുറയ്ക്കാവോ അത്രയും കുറയ്ക്കണം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഓപ്പൺ സർജറി വലിയൊരു 25-30 സെൻറ്റിമീറ്റർ മുറിവിട്ട് ഈ കിഡ്നി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്ക് ആ മുറിവിൽ നിന്ന് ഉണ്ടാകുന്ന കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ആ സൈഡിൽ ബോഡിക്ക് കുറച്ച് വീക്ക്നെസ് ഉണ്ടാകും, അവിടെ സ്കാർ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് പല ആളുകളും ഈ കാരണം കൊണ്ട് ചിലപ്പോൾ വൃക്ക ഡൊണേറ്റ് ചെയ്യാൻ ഹെസിറ്റേറ്റ് ചെയ്യും. അതേസമയം ലാപ്രോസ്കോപ്പിക്കാണെങ്കിൽ ഈ ഡിസഡ്വാൻറ്റേജസ് ഇല്ല. നമുക്കൊരു 3-4 കീ ഹോൾ മതി കിഡ്നിയെ കംപ്ലീറ്റ് ആയിട്ട് ഇളക്കി അതിൻ്റെ രക്തക്കുഴലുകൾ നമ്മൾ കട്ട് ചെയ്ത് കിഡ്നിയെ വെളിയിലെടുക്കാനായിട്ട് നമ്മൾ താഴെ സിസേറിയൻ മുറിവ് ഉണ്ട്, അതിനേക്കാളൊക്കെ വളരെ ചെറിയൊരു മുറിവിൽ കൂടെ നമുക്ക് കിഡ്നിയെ ഡാമേജ് ഇല്ലാതെ വെളിയിലെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു മുറിവ് ഒരിക്കലും ബോഡിക്ക് വീക്ക്നെസ് ഉണ്ടാകത്തില്ല, കോസ്മെറ്റിക്കായിട്ട് ഒരു ഇതും ഇല്ലാത്ത സ്കാറാണ്. ഈ ലാപ്രോസ്കോപ്പി വഴി കിഡ്നി ഡൊണേഷൻ നമ്മൾ ഓഫർ ചെയ്യുമ്പം ഒരുപാട് എക്സ്ട്രാ ആളുകൾ വില്ലിംഗ് ആണ് ഡൊണേറ്റ് ചെയ്യാനായിട്ട്. ലാപ്രോസ്കോപ്പിക് സർജറി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ അത് ഓപ്പൺ സർജറിയായി മാറ്റി ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ലാപ്രോസ്കോപ്പിക് സർജറിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് എങ്കിലും ഓപ്പൺ സർജറിക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ട്. ഫോർ എക്സാമ്പിൾ പല തവണ ഓപ്പറേറ്റ് ചെയ്ത അബ്ഡമൻ, അതിനകത്ത് ഒരുപാട് ഇൻഡസ്ട്രിയൽ അഡീഷൻസും ഒക്കെ കാണും. അങ്ങനെയുള്ളതിനകത്ത് ലാപ്രോസ്കോപ്പിക്കായിട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട് പ്രയാസമാണ്. ഓപ്പൺ സർജറിക്കുള്ള വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് അവയവങ്ങളെ തൊട്ട് കാഴ്ച മാത്രമല്ല തൊട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ലാപ്രോസ്കോപ്പിയിൽ നമുക്ക് ആ ടച്ച് സെൻസേഷൻ വളരെ ഇൻഡയറക്റ്റാണ്. ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ കൈ കൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാപ്രോസ്കോപ്പി മാറ്റി ഓപ്പൺ സർജറിയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എല്ലാ ലാപ്രോസ്കോപ്പിക് സർജൻസും ഓപ്പൺ സർജറിയിൽ നല്ല എക്സ്പീരിയൻസ് വേണം. കാരണം എപ്പോഴാണ് ലാപ്രോസ്കോപ്പി ഓപ്പൺ സർജറിയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക്
പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ലാപ്രോസ്കോപ്പി സർജറി സമയത്തും ഓപ്പൺ സർജറിക്ക് പ്രിപ്പയർഡാണ്. ലാപ്രോസ്കോപ്പിയിലെ നൂതനമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് സാർ? ലാപ്രോസ്കോപ്പിയിലെ ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ റോബോട്ട് അസിസ്റ്റ് ചെയ്ത ലാപ്രോസ്കോപ്പിയാണ്. അപ്പോൾ റോബോട്ടിക് ലാപ്രോസ്കോപ്പിയിലെ ഒരു ഡിസഡ്വാൻറ്റേജ് സർജൻ പൊസിഷൻ ഭയങ്കര അൺകംഫർട്ടബിളാണ്. അപ്പോൾ ലോങ് ലാപ്രോസ്കോപ്പിക് സർജറീസിന് സർജൻ്റെ പുറത്തുള്ള സ്ട്രെയിൻ, കണ്ണിൻ്റെ സ്ട്രെയിനും ബോഡിയുടെ സ്ട്രെയിനും വളരെ കൂടുതലാണ്. അപ്പോൾ റോബോട്ട് വന്നതോടുകൂടി സർജന് റിമോട്ടായിട്ട് മാറി ഒരു കസേരയിൽ ഇരിക്കാം. ഒരു കൺസോളുണ്ട്, ഓപ്പറേറ്റിംഗ് കൺസോളുണ്ട്. റോബോട്ടിക് ആംസാണ് ലാപ്രോസ്കോപ്പിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ സർജൻ റിമോട്ടായിട്ട് മാറിയിരുന്ന് ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ആ റോബോട്ടിക് ആംസ് മിമിക് ചെയ്യും. പിന്നെ റോബോട്ടിക്കിൻ്റെ ഇൻസ്ട്രുമെൻസും നമ്മുടെ റിസ്റ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ഉള്ള ഇൻസ്ട്രുമെൻസാണ്. അതുകൊണ്ട് പേഷ്യൻ്റ് കംഫർട്ടിനേക്കാളും സർജൻ കംഫർട്ട് വളരെ കൂടുതലാണ് റോബോട്ടിക് സർജറിക്ക്. 3D വിഷൻ ഇപ്പോൾ ലാപ്രോസ്കോപ്പിക്കും ഉണ്ട്, റോബോട്ടിക്കും ഉണ്ട്. പക്ഷേ റോബോട്ടിക്കിനുള്ള 3D വിഷൻ കുറച്ചുകൂടെ ബെറ്ററാണ്. അതുകൊണ്ട് സർജറി ഒരു ലേണിംഗ് കർവ് കഴിയുമ്പോഴത്തേക്ക് അല്പം കൂടെ ഫാസ്റ്ററാണ്. എന്നാൽ ലാപ്രോസ്കോപ്പി വിതൗട്ട് റോബോട്ടിന് അതിൻ്റേതായ സ്ഥാനമുണ്ട്. റോബോട്ടിന് ഏകദേശം ഇപ്പോൾ ഒരു 16 കോടി 20 കോടി വിലയുണ്ട്. അപ്പോൾ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രുമെൻസിൻ്റെയും കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അത്രയും കോസ്റ്റ് ഒരു സർജറിക്ക് വരുന്നുണ്ട്. പ്യുവർ ലാപ്രോസ്കോപ്പി ആകുമ്പോഴത്തേക്ക് റോബോട്ടിൻ്റെ കോസ്റ്റ് വരുന്നില്ല. അപ്പോൾ ഇന്ത്യൻ കണ്ടീഷൻസിൽ മേ ബി അതൊരു വലിയ ഫാക്ടറായിട്ട്, കോസ്റ്റ് ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിന് മുകളിലായിട്ട് നേരത്തെ പറഞ്ഞല്ലോ, ലാപ്രോസ്കോപ്പിക് സർജറിക്ക് ചിലപ്പോൾ ഓപ്പണായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ചില സമയത്ത് എമർജൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഓപ്പണായിട്ട് വരണമെങ്കിൽ. റോബോട്ടിക് സർജറി ആണെങ്കിൽ റോബോട്ടിക് ആംസ് മുഴുവൻ പേഷ്യൻറ്റിൻ്റെ ചുറ്റും ഇരിക്കുകയാണ്. അത് മുഴുവൻ മാറ്റുന്ന സമയമുണ്ട്. ആ മാറ്റി കഴിഞ്ഞിട്ടേ നമുക്ക് പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ലാപ്രോസ്കോപ്പി ആണെങ്കിൽ അങ്ങനെയല്ല, സർജൻ പേഷ്യൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഡോക്ടർ 30 വർഷത്തോളമായല്ലോ ലാപ്രോസ്കോപ്പിക് സർജറി തുടങ്ങിയിട്ട്. എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? ലാപ്രോസ്കോപ്പി യൂറോളജി സർജറി പണക്കാർക്ക് ഉള്ള സർജറിയാണെന്ന് പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല. ലാപ്രോസ്കോപ്പി സർജറി ഇപ്പോൾ ഓപ്പൺ സർജറിയേക്കാളും ചീപ്പറാണ്. പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ്, ലാപ്രോസ്കോപ്പി സർജറി കഴിയുമ്പോൾ ഒരു സാധാരണക്കാരൻ, ഒരു ഫിസിക്കൽ ലേബറർ തന്നെ എടുത്തോളൂ, വളരെ ചെറിയ മുറിവുകൾ കാരണം ഒരിക്കലും ശരീരത്തിന് ക്ഷീണം ഉണ്ടാകുന്നില്ല. പിന്നെ ജോലിക്ക് പോകുന്നത് മച്ച് ക്വിക്കറാണ്. ഓപ്പൺ സർജറി കഴിയുമ്പോൾ ഏകദേശം 1 മാസം റെസ്റ്റ് ചെയ്യുന്നിടത്ത് ഒരാഴ്ച റെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ തിരിച്ച് ജോലിക്ക് പെട്ടെന്ന് പോകാം. ശരീരത്തിന് ഒരു ക്ഷീണവും ഉണ്ടാകുന്നില്ല. കോസ്റ്റ് ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കോസ്റ്റ് ഫാക്ടർ ഇപ്പോൾ ഓപ്പൺ സർജറിയേക്കാളും ചീപ്പറാണ്. അപ്പോൾ ഇത് സാധാരണക്കാരന് വേണ്ട സർജറിയാണെന്നുള്ളതാണ് എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ്.